ഹായ്, നമ്മളെല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ പഴയ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി പഠിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് PSC നടത്തിയ 117/2025 കോഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്കത് നോക്കാം. അതിൽ GK ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതെന്ന് കണ്ടെത്തുക. നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതായത് INC നടത്തിയിട്ടുള്ള ആദ്യത്തെ ബഹുജന സമരം. താഴെ പറയുന്നവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. ബന്ധപ്പെടുന്ന പ്രസ്താവനകളാണ് നമുക്ക് ബന്ധപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികളിലെ രഹസ്യ വിചാരണ നടത്താം, വിചാരണ കൂടാതെ തടവിലിടാം. ഇതൊക്കെ റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ ബന്ധപ്പെടാതെ കൊടുത്തിരിക്കുന്നത് കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികളിലെ രഹസ്യ വിചാരണ നടത്താം, വിചാരണ കൂടാതെ തടവിലിടാം. ഇതൊക്കെ റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറുമായി ബന്ധപ്പെട്ടതാണ് പൂന സന്ധി. പൂന സന്ധിയിൽ ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? BR അംബേദ്കറും ഗാന്ധിജിയും കൂടിയാണ് പൂന സന്ധിയിൽ ഒപ്പുവെച്ചത്. 1932 ഡോക്ടർ BR അംബേദ്കറും ഗാന്ധിജിയുമാണ് പൂന പാക്റ്റിൽ ഒപ്പുവെച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ അസഫ് അലിനെയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിൻ്റേതാണ്. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. സൂചനകൾ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു കൊടുത്തു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും അതിലുണ്ടായിരുന്നു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങളും അതിൽ പറഞ്ഞിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് നിർമ്മാണ കാലയളവ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ കാലയളവ് എന്ന് പറയുന്നത് 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. അവർ ഒരുമിച്ച് കൂടിയത് ഡിസംബർ 6-നാണ്. പക്ഷേ ആദ്യത്തെ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. അതിൽ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പാർലമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു. പാർലമെൻറ്റ് എന്ന് പറയുന്നത് ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും കൂടിയും ചേർന്നതാണ് പാർലമെൻറ്റ്. ലോകസഭയും രാജ്യസഭയും രാഷ്ട്രപതിയും കൂടി ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അതാണ് മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? മൗലിക കടമകൾ. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സമപന്തി ഭോജനം അയ്യ വൈകുണ്ഠ സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? വേദാധികാര നിരൂപണം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ് കണ്ടെത്തുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയായിട്ട് കൊടുത്തിരിക്കുന്നത് വേദാധികാര നിരൂപണമാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. അങ്ങനെ പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്.
ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് മഹാത്മാ അയ്യങ്കാളിയാണ്. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് എവിടെയാണ്? ആലുവയിലാണ്. ആലുവയിൽ. ബന്ധു ക്ലിനിക് എന്ന് പറയുന്നത് എന്താണ് ബന്ധു ക്ലിനിക്? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ബന്ധു ക്ലിനിക്. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ബന്ധു ക്ലിനിക്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം ഇത് ഒരു മലയാള പദത്തിൻ്റെ ആപ്തവാക്യമാണ്. അതായത് മാതൃഭൂമി പത്രത്തിൻ്റെ ആപ്തവാക്യമാണ് സത്യം, സമത്വം, സ്വാതന്ത്ര്യം. സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്നുള്ളത് മാതൃഭൂമി പത്രത്തിൻ്റെ ആപ്തവാക്യമാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? ഉരുക്കു മനുഷ്യൻ ആരാണ്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനം എന്തിനു വേണ്ടിയിട്ടാണ്? വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ചതാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനം. അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ഇന്ത്യയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് സഞ്ജയ് മൽഹോത്രയാണ്. 26ാമത് ഗവർണറായിട്ട് ചുമതലയേറ്റത്, റിസർവ് ബാങ്കിൻ്റെ 26ാമത്തെ ഗവർണറായിട്ട് ചുമതലയേറ്റത് സഞ്ജയ് മൽഹോത്ര. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? കന്നുകാലി വളർത്തൽ, കൃഷി, മത്സ്യബന്ധനം ഇതെല്ലാം പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൃഷി, മത്സ്യബന്ധനം, കന്നുകാലി വളർത്തൽ ആണ് 3 ഓപ്ഷൻ. അത് 3ഉം പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ഉൾപ്പെടാത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് ഗതാഗതമാണ്. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് പശ്ചിമഘട്ടം. ആനമല, ഏലമല എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം പശ്ചിമഘട്ടമാണ്. ഹോർത്തൂസ് മലബാറിക്സ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു? 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചിട്ടാണ് ഹോർത്തൂസ് മലബാറിക്സിൽ വിവരിക്കുന്നത്. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? തമിഴ് ഭാഷയിലെ സാഹിത്യകാരനാണ് സുബ്രഹ്മണ്യ ഭാരതി. താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽപ്പെടാത്തത് ഏത്? അപ്പോൾ വാണിജ്യ ബാങ്കുകൾ ഏതൊക്കെയായിരിക്കും? പൊതുമേഖലാ ബാങ്ക്, സ്വകാര്യ മേഖലാ ബാങ്ക്, വിദേശ ബാങ്ക് ഇതൊക്കെ വാണിജ്യ ബാങ്കുകളാണ്. സഹകരണ ബാങ്ക് വാണിജ്യ ബാങ്കിൽ പെടില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹിമാനാണ് ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് എൻ്റെ കേരളം എന്നും സുന്ദരം. എൻ്റെ കേരളം എന്നും സുന്ദരം എന്നുള്ള പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതൊരു വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ വേണ്ടിയിട്ട് ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് എൻ്റെ കേരളം എന്നും സുന്ദരം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ജാർഖണ്ഡിൻ്റെ ഗവർണറായിരുന്നു.
ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ജാർഖണ്ഡിൻ്റെ ഗവർണറായിരുന്നു. മൗസീം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ. ഋതുക്കൾ എന്നാണ് മൗസീം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം, ഋതുക്കൾ. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഗോദാവരി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് ഹിമാലയം, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി അറബിക്കടലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്. ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിരയാണ് ആരവല്ലി നിരകൾ. ആരവല്ലി നിരകൾ കാരണമാണ് ഥാർ മരുഭൂമി. ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരവല്ലി നിരകളാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൽ ഉൾപ്പെടാത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് ഉത്തര മഹാസമതലമാണ്. അത് ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ വരുന്നതാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി 3ആയി തിരിച്ചിരിക്കുന്നു: മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിളയാണ് നെല്ല്. നെല്ല് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഖാരിഫ് വിളയാണ് നെല്ല്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി പാമ്പാർ. പാമ്പാർ. ഇതിൽ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത് ചന്ദ്രഗിരി പുഴ, പെരിയാർ, ചാലിയാർ, പാമ്പാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസിൽ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പാർ. പാമ്പാർ എന്ന നദി കിഴക്കോട്ടാണ് ഒഴുകുന്നത്. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ആയിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. അപ്പം 3 ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലാണ്. എറണാകുളം, ആലപ്പുഴ, കോട്ടയം. താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര. സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടം എന്ത് പേരിൽ അറിയപ്പെടുന്നു? സഹ്യപർവ്വതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണമാണ് വിനോദ നികുതി. വിനോദ നികുതി എന്നുള്ളത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിയാണ്. വിനോദ നികുതി. ഭൂനികുതി, സ്റ്റാമ്പ് നികുതി, കോർപ്പറേറ്റ് നികുതിയൊന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ല പിരിക്കുന്നത്. ഓക്കെ, ഇതിൽ പിന്നെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഭൂനികുതിയും സ്റ്റാമ്പ് നികുതിയും കോർപ്പറേറ്റ് നികുതിയാണ്. അപ്പോൾ അതിൽ വിനോദ നികുതി മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്നത്, വിനോദ നികുതി. പിന്നെ സ്റ്റാമ്പ് നികുതി, ഭൂനികുതി, കോർപ്പറേറ്റ് നികുതിയൊക്കെ സംസ്ഥാന സർക്കാരുകളാണ് പിടിക്കുന്നത്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിയാണ് വിനോദ നികുതി. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലാണ്. പിന്നെ കേരളത്തിലെ ഏറ്റവും ഈ 46ാമത്തെ ക്വസ്റ്റ്യൻ അവർ അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. ഇത് നമ്മൾ പറയുന്നത് 47ാമത്തെ ക്വസ്റ്റ്യനാണ്. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി ഞാൻ ഒഴുകട്ടെ. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ്റെ പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ളത്. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ്റെ പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ആരാണ് നടപ്പിലാക്കിയത്? ഏത് മിഷൻ്റെ കീഴിലാണ്? ഹരിത കേരളം മിഷൻ പദ്ധതിയുടെ കീഴിലാണ്. ഭക്ഷ്യസ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരാണ് സുഭിക്ഷ കേരളം. ഭക്ഷ്യസ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരാണ് സുഭിക്ഷ കേരളം. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. അത് കഴിഞ്ഞുള്ള ക്വസ്റ്റ്യനാണ്. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല കൊല്ലമാണ്. കൊല്ലം ജില്ല. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 1ാം സ്ഥാനം കിട്ടിയത് കൊല്ലം ജില്ലയ്ക്കാണ്.
ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് വിഴിഞ്ഞം തുറമുഖമാണ്. മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരാണ് ഡയഫ്രം. മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായിട്ടുള്ള ഭിത്തിയാണ് ഡയഫ്രം. ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ്. ശരിയായത് മാത്രമേ പറയുന്നുള്ളൂ. മുളക് ഉജ്ജല. മുളക് ഉജ്ജല. മുളകിൻ്റെ ഒരു ഇനമാണ് ഉജ്ജല എന്നുള്ളത്. ബാക്കി കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. അപ്പം മുളകിൻ്റെ ഒരു ഇനമാണ് ഉജ്ജല. മനുഷ്യൻ്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരും. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലഭൂഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണ്? മസനോബു ഷിക്കുവോക്കയുടെയാണ്. മസനോബു ഷിക്കുവോക്കയുടെ വരികളാണിവ. മനുഷ്യൻ്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലഭൂഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. അങ്ങനെ പറഞ്ഞത് മസനോബു ഷിക്കുവോക്കയാണ്. മസനോബു ഷിക്കുവോക്കയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് 20.9%. 20.9% ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവാണ് 20.9%. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? അപ്പം നമ്മുടെ ത്വക്കിൻ്റെയും പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് വൈറ്റമിൻ സിയുടെ അഭാവമാണ്. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? വൈറ്റമിൻ സിയുടെ അഭാവമാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ അത് കല്ലേൻ പൊക്കുടൻ്റെയാണ്. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ കല്ലേൻ പൊക്കുടൻ്റെയാണ്. ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8. തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലൂമിനിയത്തിൻ്റെ ധാതു ഏതാണ്? അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ഉത്തരം ക്രയോലൈറ്റ് ആണ്. അലൂമിനിയത്തിൻ്റെ നമ്മൾ സാധാരണ വ്യത്യസ്തമായിട്ടാണ് ഈ ക്രയോലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പോൾ തന്നിരിക്കുന്ന സംയുക്തങ്ങളിലെ അലൂമിനിയത്തിൻ്റെ ധാതു ഏതാണ്? ക്രയോലൈറ്റ് ആണ്. അപ്പോൾ ക്രയോലൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിൻ്റെ ധാതുവാണ് ക്രയോലൈറ്റ്. 1 കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂളാണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ് ഒരു കലോറി. പാമ്പ് ഇരപിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദ പ്രക്ഷേപണം പ്രയോജനപ്പെടുത്തുന്നു. തറയിലൂടെയുള്ള ശബ്ദ പ്രക്ഷേപണമാണ് പ്രയോജനപ്പെടുത്തുന്നത്. പാമ്പ് ഇരപിടിക്കാൻ വേണ്ടിയിട്ട് തറയിലൂടെയുള്ള ശബ്ദ പ്രക്ഷേപണമാണ് പ്രയോജനപ്പെടുത്തുന്നത്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാമാണ്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരാണ് വീനസ് ഓർബിറ്റർ മിഷൻ. എന്താണ്? വീനസ് ഓർബിറ്റർ മിഷൻ. ആര് നടത്തുന്നതാണ്? ISROയുടെ ദൗത്യമാണ് ശുക്രനിൽ. അപ്പം വീനസ് ഓർബിറ്റർ മിഷൻ എന്നുള്ളത് ISRO നടത്തുന്ന ദൗത്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ദൗത്യമാണ്. പര്യവേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് വീനസ് ഓർബിറ്റർ മിഷൻ. താഴെ തന്നിട്ടുള്ളവയിൽ 2024 രസതന്ത്രം വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ബന്ധമുള്ളവരെ പഠിക്കാം. 2024 രസതന്ത്രവുമായിട്ട് വിഭാഗ നോബൽ സമ്മാനം കിട്ടിയതാണ് ജോൺ ജമ്പർ, ഡേവിഡ് ബക്കർ, ഡെമിസ് ഹസാബിസ്. അപ്പോൾ ഡേവിഡ് ബക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ ഇവർക്ക് 2024 രസതന്ത്ര വിഭാഗം നോബൽ അവാർഡുമായി ബന്ധപ്പെട്ടവരാണ്. ആരൊക്കെയാണ്? ജോൺ ജമ്പർ, ഡേവിഡ് ബക്കർ, ഡെമിസ് ഹസാബിസ്, ഡേവിഡ് ജമ്പർ, ഡേവിഡ് ബക്കർ.
ജോൺ ചെമ്പർ, ഡേവിഡ് ബക്കർ, ഡെമിസ് ഹസാബിസ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ. അപ്പോൾ എലിപ്പനി എന്നുള്ളത് ഒരു ബാക്ടീരിയ രോഗമാണ്. ലെപ്റ്റോസ്പൈറയാണ് അതിന് രോഗകാരി. ലെപ്റ്റോസ്പൈറ, എലിപ്പനിയുടെ രോഗകാരി ആരാണ്? ലെപ്റ്റോസ്പൈറ. എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെയാണ്? ഇതിൽ ഓപ്ഷൻസിൽ HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, ആ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അതുവഴിയാണ് പകരുന്നത്. എയ്ഡ്സ് രോഗം പകരുന്നത് HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് പകരുന്നത്. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന ജനിതക രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടമുണ്ടാകുന്ന ജനിതക രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. പുകവലി മൂലം ശ്വാസകോശത്തിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം എന്താണ്? ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകും. ക്ഷയരോഗബാധിതയെ തുടർന്ന് ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG വാക്സിൻ. നമ്മൾ ക്ഷയരോഗത്തിനെതിരെ കൊടുക്കുന്ന വാക്സിനാണ് BCG വാക്സിൻ. വായുജന്യ രോഗങ്ങൾ ഏതൊക്കെയാണ്? അഞ്ചാം പനി, TB, അതേപോലെ കുഷ്ഠം. ഇതൊക്കെ വായുജന്യ രോഗങ്ങളാണ്. അഞ്ചാം പനി, TB, കുഷ്ഠമൊക്കെ വായുജന്യ രോഗമാണ്. ഇവിടെ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻസിൽ മലേറിയയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻസിൽ മലേറിയയാണുള്ളത്. അപ്പോൾ മലേറിയ വായുജന്യ രോഗമല്ല. അഞ്ചാം പനി, TB, കുഷ്ഠം അതൊക്കെ വായുജന്യ രോഗങ്ങളാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതിയാണ് ആരോഗ്യ കിരണം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ആരോഗ്യ കിരണം കേട്ടോ. അപ്പോൾ 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ എന്തിനു വേണ്ടിയിട്ടാണ്? സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതിയാണ് ആരോഗ്യ കിരണം. ആരോഗ്യ കേരളം അല്ല, ആരോഗ്യ കിരണം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണമാണ് ഏത്? ആരോഗ്യ കിരണം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്ര മിഷൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആർദ്ര മിഷൻ എന്താണെന്ന് ആദ്യം നമുക്ക് അറിയണം. എന്താണ് ആർദ്ര മിഷനിൽ? ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ, അതായത് PHCകളെ FHCകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക, ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പോൾ ഇതിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ ധനസഹായം എന്നാണ്. അതാണ് ഈ ഓപ്ഷൻസിൽ തെറ്റുള്ളത്. അപ്പോൾ ആർദ്ര മിഷൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടത് നമുക്ക് പഠിക്കാം. ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ, അത് PHCനെ നമ്മൾ FHCകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക, ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ. അതാണ് ആർദ്ര മിഷൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നവ. കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് അശ്വമേധം പദ്ധതി. ആരോഗ്യ കിരണം നമ്മൾ പറഞ്ഞു. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉദ്ദേശിച്ചുള്ള പദ്ധതിയാണ് ആരോഗ്യ കിരണം. അശ്വമേധം കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ്. ആർദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PHCകളെയൊക്കെ FHCകളാക്കി മാറ്റുക, അതേപോലെ ഹോസ്പിറ്റലുകളെല്ലാം അതിൻ്റെ അവിടുത്തെ സേവനങ്ങളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരിക, ജനസൗഹൃദമാക്കുക, അതൊക്കെ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യമാണ് ചൈനയ്ക്കാണ് 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ചത് ചൈനയ്ക്കാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളമാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിലെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളം. 2024 ആഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരെന്താണ്? തിരുവനന്തപുരം നോർത്താണ്. അതായത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ പേര് മാറ്റിയിട്ട് തിരുവനന്തപുരം നോർത്ത് എന്നാക്കി മാറ്റി. അപ്പോൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് തിരുവനന്തപുരം നോർത്ത്. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ
ദക്ഷിണ ഏഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ക്ലോഡ് ഗിറാർഡെറ്റ്. MSC ക്ലോഡ് ഗിറാർഡെറ്റ്. അപ്പോൾ ദക്ഷിണേഷ്യയിൽ തന്നെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ക്ലോഡ് ഗിറാർഡെറ്റ്. MSC ക്ലോഡ് ഗിറാർഡെറ്റ്. അപ്പോൾ നമ്മൾ 80 ക്വസ്റ്റ്യൻസാണ് ഇതുവരെ നോക്കിയത്. ഇനി ബാക്കി 20 ക്വസ്റ്റ്യൻസ് മാത്സാണ്. LGSന് മാത്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായി പഠിക്കുക. PYQ നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ ടെലഗ്രാം ചാനൽ പല ടെലഗ്രാം ചാനലും അവർ കൊടുക്കുന്നുണ്ട്. പ്രയാണം ഇന്നലകളിലൂടെ എന്നുള്ളൊരു ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അടുത്ത് നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാനായിട്ട് കഴിയും. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് അങ്ങനെ എടുത്ത് പഠിക്കാവുന്നതാണ്. താങ്ക് യു.